പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവല്ലയിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗം. ഷിജോ കുര്യൻ ഈ സ്പോട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ്. പറയൂ ഷിജോ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തരീക്ഷത്തിൽ നല്ല ഉയർന്ന താപനിലയാണ്. അതിനേക്കാളും വലിയ ചൂടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്. കാരണം ഈ താരപ്രചാരകർ എല്ലാവരും കൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കേരളത്തിലേക്ക് വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കളവും കൂടുതൽ ചൂടുപിടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് 2ാം തവണയാണ് കേരളത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം പാലക്കാട് വന്നു പോയപ്പോൾ തന്നെ വലിയ വിവാദമുണ്ടായിരുന്നു. രാഷ്ട്രീയ വിവാദ വിഷയങ്ങളിലൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പരാമർശം ഉന്നയിച്ചില്ല. പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ളതായിരുന്നു ഈ പറയുന്ന UDF അടക്കം വിവിധ പൊതുയോഗങ്ങളിൽ ചോദ്യമായിട്ട് ഉന്നയിച്ചത്. അതിന് പിന്നാലെ തിരുവല്ലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വരികയാണ്. ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുക. അതിനുശേഷം ഹെലികോപ്റ്ററിൽ ചങ്ങനാശ്ശേരി NSS കോളേജിലെ ഹെലിപ്പാഡിലേക്ക് വരും. അതിനുശേഷം ഒരു 3 മണിയോടുകൂടി റോഡ് മാർഗം തിരുവല്ലയിലെ പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് വരും. പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഏതാണ്ട് 4 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന BJPയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനം. അതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പ്രധാനമായിട്ടും ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ പരിപാടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പലതരത്തിലുള്ള ആരോപണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉന്നയിച്ചതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ വിഷയത്തെ BJP അത്ര കണ്ട് ശക്തിയായിട്ട് ഉന്നയിക്കുന്നില്ല. അപ്പോൾ ആ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ പറയും എന്നുള്ളതിനകത്ത് ആകാംക്ഷയുണ്ട്. ഈ സമീപകാലത്തായിട്ട് ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം FCRI ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBCIയും അതുപോലെ തന്നെ KCBCയും ഓർത്തഡോക്സ് സഭയും ഒക്കെ വലിയ തരത്തിലുള്ള ആശങ്കകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പല മുഖേന കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ആശങ്കയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തുമെന്നുള്ളത് കൂടി ആകാംക്ഷയോടുകൂടി നോക്കിക്കാണും. പ്രത്യേകിച്ച് തിരുവല്ല പോലൊരു നിയോജക മണ്ഡലം ക്രൈസ്തവ സമുദായങ്ങൾക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ളൊരു നിയോജക മണ്ഡലമാണ്. അവിടെ അനൂപ് ആന്റണിക്ക് വേണ്ടി പ്രധാനമന്ത്രി പ്രചാരണത്തിനിറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് ആകാംക്ഷ. 4 മണിയോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ പരിപാടി. അതിന് പിന്നാലെ അവിടുന്ന് വീണ്ടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ കരമനയിൽ നിന്ന് കിള്ളിപ്പാലം വരെ റോഡ് ഷോയുണ്ട്. ആ റോഡ് ഷോയ്ക്ക് ശേഷം 7 മണിയോടുകൂടി പ്രധാനമന്ത്രി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. എന്തായാലും 2ാമത്തെ തവണ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി BJP വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശങ്ങൾ, പ്രസംഗങ്ങൾ ഏതൊക്കെ വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുക. എന്തായാലും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, FCRIയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ മോദി എന്ത് പറയും എന്നുള്ളത് കൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.